പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് നമുക്ക് 37-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ വായിക്കാം. 37-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പലവിധമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടും, അതായത് ശമൂവേൽ പ്രവാചകൻ അഭിഷേക തൈലം അദ്ദേഹത്തിൻ്റെ തലയിൽ ഒഴിച്ചു. എന്നാൽ ഉടനെ ഒന്നും രാജാവായില്ല. അനേക വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ അതിനു മുൻപുള്ള കാലഘട്ടമാണെങ്കിൽ പലവിധമായ പ്രയാസങ്ങൾ ശൗൽ രാജാവിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ തനിക്കുണ്ടായി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് താൻ രാജാവാകുന്നത് തന്നെ. എന്നാൽ രാജാവായി കഴിഞ്ഞിട്ടും പലവിധമായ പ്രയാസങ്ങൾ, ശത്രുക്കൾ, യുദ്ധങ്ങൾ, ഇതൊക്കെയും തനിക്കുണ്ടായിരുന്നു. ഇതൊക്കെയും തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ ഒരു സങ്കീർത്തനം എഴുതിയത് താൻ പ്രായമായതിന് ശേഷം എഴുതിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാളിലോ പ്രാർത്ഥിക്കുന്നതിനേക്കാളിലോ കൂടുതലായിട്ട് ഇത് നമുക്ക് ജ്ഞാനം ഉപദേശിച്ച് തരുന്ന ഒരു സങ്കീർത്തനമായിട്ട് നാം കണക്കാക്കണം. കാരണം സദൃശവാക്യങ്ങൾ എങ്ങനെ നാം വായിച്ച് മനസ്സിലാക്കുമോ അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സങ്കീർത്തനമാണിത്. ദൈവത്തിന് സ്തോത്രം. പ്രധാനമായിട്ടും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 4-ാമത്തെ വാക്യമാണ്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സ്തോത്രം. അതായത് യഹോവയിൽ തന്നെ ആശ്രയിക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് അവൻ തരും. അതായത് ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരുമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നാം എന്താ ചെയ്യേണ്ടത്? നാം അവനിൽ ആശ്രയിക്കുക. അപ്പോൾ ഇതിന് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. മുഷിയരുതെന്ന് വെച്ചാൽ നിനക്കതൊരു മുഷിച്ചിലുണ്ടാകുക. അതായത് നീ വേണ്ടാത്ത ഒരു പറച്ചിലുണ്ടല്ലോ, അധികം ചൂടാകരുതെന്ന്. അതായത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ടോ, ദുഷ്ടന്മാരുടെ ആ ഒരു സമൃദ്ധി കണ്ടോ നമുക്ക് ദേഷ്യമോ സങ്കടമോ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. മുഷിയരുത്, മുഷിച്ചിലുണ്ടാകരുത്, നിനക്കതുകൊണ്ട് പ്രയാസമുണ്ടാകരുത്. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, നീതിയോട് പ്രവർത്തിക്കുന്നവരോട് അസൂയപ്പെടുകയും അരുത്. എന്ന് വെച്ചാൽ നീതിയോട് പ്രവർത്തിക്കുന്ന പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, ദുഷ്ടന്മാരിങ്ങനെ സന്തോഷിച്ച് സമൃദ്ധിയിലൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നും, ദൈവമേ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടും ഇത്രയൊന്നും സുഖിക്കാനോ അല്ലെ സന്തോഷിക്കാനോ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമുക്ക് വരും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള അസൂയയുടെ ഒന്നും ആവശ്യമില്ല. അതായത് ദുഷ്പ്രവർത്തിക്കാരുടെ അവരുടെ ആ ഒരു സമൃദ്ധി കണ്ടിട്ടോ അല്ലെങ്കിൽ സന്തോഷം കണ്ടിട്ടോ നമ്മൾ വേണ്ടാത്ത മുഷിച്ചിലോ കോപമോ അസൂയയോ ഒന്നും ഉണ്ടായിട്ട് ഒരാവശ്യവുമില്ല. എന്താ നമ്മളോട് പറയുന്നത്? എന്താ? യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. നമ്മളോട് എന്താ ദൈവമക്കളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. അത് നന്മ ചെയ്യുക, ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ വിശ്വസ്തരായിരിക്കുക, ദേശത്ത് പാർത്ത് വിശ്വസ്തരായിരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഇനി പിന്നീട് പറയുന്നത് എന്താ? നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. അതായത് നീ നിന്റെ ആ ഒരു പ്രയാസങ്ങളെടുത്ത് എപ്പോഴും ആ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിച്ചോ അല്ലെ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടോ വേദനിച്ചോ സമയം കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവൻ നിന്റെ പ്രയാസങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രയാസങ്ങൾ പിന്നെ നിൻ്റേതല്ല, അത് കർത്താവ് അത് നോക്കിക്കൊള്ളും. ആ പ്രയാസങ്ങളെ മാറ്റിത്തരാൻ
കർത്താവ് നല്ലവനും വിശ്വസ്തനും വലിയ സ്നേഹമുള്ളവനുമായിട്ടുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയിൽ തന്നെ ആശ്രയിക്കുക, നിന്റെ വഴികളെ അവനെ ഭരമേൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്താണ്? നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും അവൻ പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം നിനക്കൊരു നന്മ വരുമ്പോൾ അത് മറ്റുള്ളവരൊക്കെ കാണും. പ്രഭാതം എന്ന് പറഞ്ഞാൽ ആ പ്രകാശമുള്ള സമയമാണ്. അത് മറ്റുള്ളവരൊക്കെ കാണും. പ്രഭാതം എന്ന് വെച്ചാൽ മധ്യാഹ്നം പോലെ ഏറ്റവും അധികം നല്ല ലൈറ്റുള്ള, അതായത് പ്രകാശമുള്ള സമയം. അതുപോലെ നിന്റെ നീതിയെ അവൻ പ്രകാശിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം കർത്താവിൻ്റെ കരങ്ങളിൽ ഇത് കൊടുത്തു നമ്മുടെ പ്രശ്നങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി അത് നിവർത്തിച്ച്, നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് നിവർത്തിച്ച് തരും. ഇനി നമ്മൾ എന്താഗ്രഹിച്ചാലും കർത്താവ് തരുമോ എന്നുള്ളതെന്ന് ചോദിച്ചാൽ, ഒരു നീതിമാന്റെ ചിന്തകളും അവൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിൽ അധിഷ്ഠിതമായിരിക്കുമ്പോൾ ദൈവഹിതത്തിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. അതായത് നമുക്ക് ആ ഒരു സ്വാർത്ഥതയിലല്ല നമ്മളത് ചിന്തിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചേ പറ്റുകയുള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്കറിയാമല്ലോ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയ്ക്കായിട്ടുള്ളത്. നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ വിചാരങ്ങൾ നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാകുന്നുവെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ദൈവം എല്ലാം സാധിപ്പിച്ചു തരുമോ? യെസ്, ദൈവഹിതപ്രകാരമുള്ള എല്ലാം കർത്താവ് സാധിപ്പിച്ചു തരും. അപ്പോൾ ഒരു അതായത് നീതിമാൻ എന്ന് വെച്ചാൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവനാണല്ലോ നീതിമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നീതിമാന്റെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ വചനത്തിനനുസരിച്ചുള്ളതായിരിക്കും. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവൻ അത് നിർവഹിക്കും. 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിലും പറയാം, നിന്റെ വഴികളെ യഹോവയെ സമർപ്പിക്കാം, അവൻ നിനക്ക് വേണ്ടി അത് നിവർത്തിച്ച ഇതേ ആശയം തന്നെ അവിടെയും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി എന്താ പറയുന്നത്? യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. അതായത് പ്രത്യാശ നമ്മൾ വിടരുത്. നമ്മൾ ഓരോ അപ്പോസ്തലൻ പറഞ്ഞാൽ, ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ദൈവത്തെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വഭാവം നാം അറിയുന്നുണ്ടെങ്കിൽ, നാം ആരിൽ വിശ്വസിക്കുന്നു, നാം ആരിൽ ആശ്രയിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് യഹോവയിൽ പ്രത്യാശയും വയ്ക്കണം. കാരണം അവൻ്റെ വാഗ്ദത്തങ്ങളൊക്കെയും എപ്പോഴും ഉവ്വ എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അതിനെതിരായിട്ട്, കാരണം കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെയും നിവർത്തിക്കും. അപ്പോൾ ഈ ഒരു വചനത്തിൽ എഴുതിയിരിക്കുന്ന ആ ആശയങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും ഒരു നീതിമാന്റെ ആഗ്രഹങ്ങളും അവൻ്റെ ഉദ്ദേശങ്ങളും അവൻ്റെ പ്രവൃത്തി പഥങ്ങളും ഒക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവനിൽ തന്നെ രസിച്ചു കൊള്ളുക. കാരണം നാം നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവിൻ്റെ മുൻപിൽ വെച്ചുവെങ്കിൽ നാം ഇതുകൂടെ വിശ്വസിക്കണം, അതൊക്കെയും നിവർത്തിച്ചു തരാൻ കർത്താവ് വിശ്വസ്തനാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അതുപോലെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവഹിതപ്രകാരം എല്ലാ കാര്യങ്ങളും നടത്തിത്തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനിയിപ്പോൾ അതിനകത്ത് വേറെ ഒരു കാര്യം നമ്മൾ ചെയ്യാനുള്ളതെന്ന്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. കാരണം നമ്മൾ ജീവിത സാഹചര്യങ്ങളെയൊക്കെ കണ്ട് നമുക്ക് പലപ്പോഴും കോപം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുമ്പോൾ വേണ്ടാത്ത സംസാരം നമ്മുടെ നാവിൽ നിന്ന് വരും. കാരണം നമ്മുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങളിൽ നിന്നാണല്ലോ നാം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള കോപവിചാരങ്ങളും മുഷിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അത് നമ്മുടെ നാവിൽ കൂടെ പുറത്ത് വരും. അപ്പോൾ നമ്മുടെ നാവിൽ കൂടെ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്കും, അത് ആരെക്കുറിച്ച് പറഞ്ഞോ അവരറിഞ്ഞാൽ അവർക്കും എല്ലാവർക്കും ഒരു പ്രയാസമായിട്ട് തീരും.
അപ്പോൾ ആ പ്രയാസത്തിന്, അങ്ങനെയുള്ള പ്രയാസം ഉണ്ടാക്കാതെ നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ജോലി. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ചെയ്യരുത്, അവയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ള ചില കാര്യങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് യഹോവയിൽ, അതായത് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. അതായത് നന്മ ചെയ്യുന്നതിൽ യാതൊരു ഒരു മടിയും തോന്നരുത്. അതുപോലെ വിശ്വസ്തരായിരിക്കുക, വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. പിന്നെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. അതായത് മിണ്ടാതിരുന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലുണ്ടത്, അത് നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. അവനില്ലാതെ നമ്മൾ ആശ്രയം വെച്ചു, കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ ആഗ്രഹങ്ങളെ വെച്ചു കഴിഞ്ഞാൽ അവനത് നമുക്ക് നിവർത്തിച്ചു തരുമെന്നുള്ള പ്രത്യാശ, ആ പ്രത്യാശയോടുകൂടി ജീവിക്കുമ്പോൾ നാം കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിച്ച് കളയണം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിച്ച് കളയുക. അതുപോലെ ദോഷം വിട്ടകന്ന് നന്മ ചെയ്യുക. യഹോവയിൽ പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിച്ചു കഴിയുമ്പോൾ നാം അവനിൽ പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുമ്പോൾ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ അവൻ്റെ മഹിമയ്ക്ക് അനുസരിച്ചുള്ളതാണ്, അല്ലാതെ ദോഷത്തിനായിട്ടുള്ളതല്ല ഒരിക്കലും. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കർത്താവ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഈ വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമ്മൾ കർത്താവിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് തരും. അതുപോലെ ഭൂമിയെ നിനക്ക് അവകാശമായി തരും എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ നമുക്ക് ധാരാളം സ്വത്തുക്കളോ അല്ലെങ്കിൽ ഭൂമിയോ കെട്ടിടങ്ങളോ ലഭിക്കുമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഭൂമിയെ നമുക്ക് അവകാശമായി തരുമെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ പഴയ നിയമത്തിൽ ഭൂമിയെ അവകാശമാക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലുള്ളത്. അപ്പം നമുക്കൊരു നിത്യജീവൻ കർത്താവ് കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഭൂമി നമുക്ക് കുറച്ച് ഭൂമി എഴുതി തരുമെന്നോ അങ്ങനെയൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഭൂമിയെ അവകാശമാക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതായ നന്മകൾ നമുക്ക് ലഭിക്കും. നമ്മുടെ അൾട്ടിമേറ്റ് നന്മ നമുക്ക് ലഭിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തുവിനോടുകൂടെ ഒരു നിത്യജീവിതം, അതായത് അനശ്വരതയിൽ, അതായത് ഇറ്റേണിറ്റിയിൽ, നിത്യതയിൽ കർത്താവിനോട് കൂടെ വാഴുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിന്. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം മാത്രമാണ് ഈ ലോകത്തിലെ ജീവിതം. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതവും നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ കഴിയാനായിട്ടുള്ള ചില കാര്യങ്ങളാണ് ദാവീദ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതായത് ക്രോധം കളഞ്ഞ് കോപം ഉപേക്ഷിക്കുക, നിന്റെ വഴികളെ യഹോവയിൽ ഭരമേൽപ്പിക്കുക, മുഷിച്ചിലുണ്ടാകരുത് മറ്റുള്ളവരുമായിട്ട്, അതുപോലെ നന്മ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ക്ഷാമകാലത്തും തൃപ്തിയോടെ കഴിയത്തക്കവണ്ണം കർത്താവ് നമുക്ക് നന്മകൾ തരുമെന്നുള്ളതാണ്. ഈ വചനത്തിൽ നമ്മൾ ഓരോ വാക്യങ്ങളും അങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ കാലടികൾ വഴുതുന്നതായിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. കാലടികൾ വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവൻ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുക, അതായത് നമ്മുടെ നടപ്പിനെ സ്ഥിരമാക്കുക, നമ്മുടെ ജീവിതത്തെ നന്മയ്ക്കാക്കി തീർക്കുക എന്നുള്ളതാണ്. അവൻ നാം വീഴാൻ പോയാൽ അവൻ നമ്മെ കൈപിടിച്ച് താങ്ങും. വീണാലും നമ്മൾ നിലംപരിച്ചാകയില്ല. എന്താ അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ, കാരണം ഈ ലോകത്തിലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പലതുണ്ട്, വീഴാൻ സാധ്യതയുണ്ട്. അഥവാ വീണാൽ തന്നെയും നാം നിലംപരിച്ചാകയില്ല, അവിടെ കിടന്ന് നാം നശിച്ചു പോകുകയില്ല. അവൻ നമ്മളെ തൻ്റെ കൈ പിടിച്ച്, തൻ്റെ കൈകളാൽ നമ്മെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ, അതായത് അവനിലുള്ള വിശ്വാസത്തിൽ
അടിയുറച്ചു നിൽക്കത്തക്കവണ്ണം നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് അവൻ്റെ വിശുദ്ധന്മാരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവൻ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും നമ്മെ അവൻ വിടുവിക്കും, അവൻ നമ്മെ ഉയർത്തും. 91-ാം സങ്കീർത്തനത്തിൽ പറയേണ്ട, നീ അവൻ്റെ നാമത്തെ അറിയാൽ അവൻ നിന്നെ ഉയർത്തുമെന്ന്. കാരണം അവൻ്റെ നാമത്തെ നാം അറിയുമ്പോൾ, അതിലടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അവൻ നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമാണ്. അതായത് നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. അതായത് നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് വരുന്നത്. അതായത് പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുത്ത് വരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ പിതാവ് ആകർഷിച്ച് കഴിയുമ്പോൾ അത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളെ രക്ഷിക്കാനായിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, നമ്മെ രക്ഷിച്ചു, നമ്മെ രക്ഷിച്ച് കൃപയിലാക്കി. ആ കൃപയിലാക്കി കഴിഞ്ഞാൽ ആ കൃപ പിന്നീട് നമുക്ക് നഷ്ടമാകുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അതായത് നാം വീണാലും നമ്മൾ നിലംപരിചാകാതെ അവൻ നമ്മെ കൈക്ക് പിടിച്ച് അവിടെ നിന്ന് ഉയർത്തും എന്നുള്ളത് വളരെയധികം നിശ്ചയമായിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ നമ്മെ ഉയർത്തും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തിൽ നിന്നാണ് നമ്മുടെ രക്ഷ വരുന്നത്. കാരണം കഷ്ടകാലത്ത് അവൻ നമ്മുടെ ദുർഗം, അതായത് നമുക്ക് ശരണമായിരിക്കുന്ന നമ്മുടെ കഷ്ടത്തിൽ അവനിൽ ആശ്രയിക്കുക. അവൻ നമുക്ക് എല്ലാവിധമായ നന്മകളും തന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മളെ സഹായിച്ച് വിടുവിക്കുന്നു, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നു. അങ്ങനെ ശാശ്വതമായ അവകാശം നമുക്ക് തരും. ഇതാണ് നമുക്ക് ലഭിക്കുന്ന ശാശ്വതമായ അവകാശം. അവനോടുകൂടെ നിത്യതയിലുള്ള വാഴ്ചയാണ് നമുക്ക് ശാശ്വത അവകാശം. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ദൈവീക ജ്ഞാനം തരുന്ന ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ദുഷ്ടന്മാരുടെ നിമിത്തം നീ മുഷിയരുത്, അനാവശ്യമായിട്ടുള്ള സംസാരം നിന്നിൽ നിന്ന് വരരുത്, അവരോട് അസൂയപ്പെടരുത്, അവരുടെ പ്രവർത്തനങ്ങളെ അനുകരിക്കാൻ നോക്കരുത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, നന്മ ചെയ്യുക, നന്മ ചെയ്യാൻ മടിയുള്ളവരായിരിക്കരുത്, നന്മ ചെയ്യുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക. നമ്മളോട് ദോഷം ചെയ്തവരോടും നമ്മൾ ക്ഷമിക്കുമ്പോൾ ദൈവം നമുക്ക് കൂടുതലായിട്ടുള്ള കൃപകളെ തരുമെന്നുള്ളത്. കാരണം ദുഷ്ടൻ, ഇപ്പം നമ്മൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ദുഷ്ടൻ എങ്ങനെയാണ്? പച്ച പുല്ലുപോലെ അവൻ വാടിപ്പോകും. അതായത് പച്ച മരമാണെങ്കിൽ തന്നെയും പിന്നെ നോക്കുമ്പോൾ അവനെ അവിടെ കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പച്ച വൃക്ഷം അല്ലെങ്കിൽ പച്ചപ്പുല്ല് എങ്ങനെ വാടിപ്പോകുന്നു, അതുപോലെ തന്നെ അവൻ അല്പം ഒരു സുഖത്തിലോ സന്തോഷത്തിലോ ഒക്കെ കഴിഞ്ഞെന്നിരിക്കാം, പക്ഷേ അവന് നിത്യജീവനില്ല, അവന് യഥാർത്ഥമായ നന്മകളില്ല, മനസ്സിന് സമാധാനമില്ല. ഇതൊക്കെയാണ് അവന് വരുന്ന കുഴപ്പങ്ങൾ. ആ സമയത്ത് യഹോവയിൽ ആശ്രയിച്ച് അവനിൽ തന്നെ രസിച്ചു കൊണ്ടാൽ ദൈവം നമ്മൾക്ക് എപ്പോഴും നമുക്ക് പ്രത്യാശ നമുക്ക് തരും. നമ്മൾ ഒന്നിലും നിരാശപ്പെടുകയില്ല. നമ്മൾ നിരാശപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അനേക ദുഷ്ടന്മാരൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റിനും, ദുഷ്ടത പ്രവർത്തിക്കുന്നവരനേകരുണ്ട്. എന്നാൽ അവരുടെ ആ നന്മയിലോ അവരുടെ സമൃദ്ധിയിലോ നാം അവരോട് അസൂയപ്പെടുകയോ അവരെ പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയോ അവരെ അനുകരിക്കുകയോ അവർക്കെതിരായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വഴിയെ യഹോവയിൽ സമർപ്പിക്കുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ ഈ സങ്കീർത്തനം നമ്മൾ കൂടുതൽ വായിച്ച് ധ്യാനിക്കുക. ഓരോരോ വാക്യങ്ങളിലും നമ്മൾ അതിനകത്ത് നമുക്ക് ആശ്വാസം കണ്ടെത്തുന്ന വിധത്തിലുള്ള വാക്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ല് കുലച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവ് എന്താ ചെയ്യുന്നത്? അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കുമെന്നാണ് ഈ ഇതിനകത്ത് പറയുന്നത്. അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അതായത് അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ
നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. അതായത് സന്തോഷവും സമൃദ്ധിയും എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. അതായത് ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ ധനമോ അല്ലെങ്കിൽ മറ്റ് ശ്രേഷ്ഠതകളോ ലോകത്തിൻ്റെ ആ ഒരു പ്രൗഢിയോ ഇതിലൊന്നുമല്ല മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ സന്തോഷം അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരും. അങ്ങനെ കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഒക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു ജീവിതമെന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ഇത്രയും സംസാരിപ്പാനായിട്ട് ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. അങ്ങനെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു. ആരെ സഹായിച്ചു വിടുവിക്കുന്നു? കർത്താവിൽ ആശ്രയിക്കുന്നവരെ യഹോവ സഹായിച്ചു വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുവിച്ച് രക്ഷിക്കുന്നു. ഇത്രയും നമുക്ക് മതിയല്ലോ. ഈ ഒരു ഗ്യാരണ്ടി നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്താ പിന്നെ വേണ്ടത്? നമുക്ക് പിന്നെ ഒന്നും വേണ്ട. കർത്താവിൻ്റെ സാന്നിധ്യം മതി നമുക്ക്. കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാകും. നാം ലജ്ജിച്ചു പോകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകുന്നു, അവരുടെ മുഖം ലജ്ജിച്ചു പോവുകയുമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.